എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ വൊളാറ്റിലിറ്റിക്ക് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ കോഷ്യസ് മോഡിലാണെന്നറിയാം. ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റി തന്നെയാണ്. ഇലക്ഷൻ റിലേറ്റഡ് പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് $2,364 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ $82.78 ബാരലിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. കോപ്പർ 2 ഇയർ ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിങ്ക് 1 ഇയർ ഹൈനടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമോഡിറ്റികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമോഡിറ്റികളും മുന്നേറുകയാണ്. ഒപ്പം അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. പക്ഷേ ഇൻഫ്ലേഷൻ റിലേറ്റഡ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കഴിഞ്ഞ ആഴ്ച നൽകിയിട്ടുള്ളത് ഈ ആഴ്ച വരുന്ന ഇൻഫ്ലേഷൻ ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. അത് പൊതുവെ US ഫെഡറൽ റിസർവിന് ജൂൺ മുതൽ ഒരു പക്ഷേ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഡിസിഷനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കും എന്ന തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ട് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ S&P 500 കമ്പനികളിൽ 90% Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏണിങ്സ് എസ്റ്റിമേഷൻ ഹയർ ദാൻ എക്സ്പെക്റ്റേഷനാണ് വന്നിരിക്കുന്നത്. മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 3.8% ഏണിങ്സ് ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ ഈ 90% കമ്പനികളുടെയും റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 7.1% ഏണിങ്സ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് അനലിസ്റ്റുകളെല്ലാം തന്നെ സ്റ്റോക്കുകളുടെ ടാർഗറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന തരത്തിലുള്ള എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിട്ടുണ്ട്. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ഡാറ്റയാണ്. ഇതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിലുണ്ടാക്കും. ഒപ്പം നാളെ മുതൽ ചൈനയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റയൊന്നും പുറത്ത് വിടുന്നില്ല. വാങ്ങുകയായാലും വിൽക്കുകയായാലും ഇത്തരത്തിലുള്ള ഡാറ്റ നാളെ മുതൽ ചൈനീസ് റെഗുലേറ്റർ അലവ് ചെയ്യുന്നില്ല. വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഡാറ്റ വരുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു അനുമാനത്തിലാണ് ചൈനീസ് റെഗുലേറ്റർ ഇത്തരത്തിലുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ട്രാൻസ്പാരൻസി ലാക്കിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും ചൈനീസ് റെഗുലേറ്റർ മൂവ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചൈനീസ് മാർക്കറ്റ് റിക്കവറി ആണെങ്കിൽ മെറ്റൽസ് അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസൊക്കെ നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ ഈ ആഴ്ചയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡേയ്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ ഓഫ് കോഴ്സ് നമ്മുടെ എലക്ഷൻ റിലേറ്റഡ് പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ജൂൺ 4 വരെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ കാണാം, വലിയ രീതിയിലുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ കാണാം. അതിനനുസരിച്ചൊക്കെ പല ചാഞ്ചാട്ടങ്ങളും വിപണിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഓരോ വൊളാറ്റിലിറ്റിയിലും മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ലോവർ ലെവലിൽ വാങ്ങാൻ കിട്ടും. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള അവസരമാണ് നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ പോഡ്കാസ്റ്റുകളായിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നതാണ് ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുക. ലോവർ ലെവലിൽ വരുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ ഡെയിലി പോഡ്കാസ്റ്റിലും വീക്ക്ലി പോഡ്കാസ്റ്റിലും ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ക്യാഷ് റിസർവിലാണ് ഇരിക്കുന്നത്. അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ആ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് കാണുക. ഒപ്പം നമ്മൾ ഇപ്പോഴത്തെ എക്കണോമിക് ന്യൂസ് ഫ്ലോസ്, ഇന്ത്യ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ IIP ഡാറ്റ വന്നിരുന്നു. മാർച്ച് മാസത്തെ IIP ഡാറ്റ വന്നിരിക്കുന്നത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. എന്നിരുന്നാലും അത് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല.
അതോടൊപ്പം തന്നെ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തെ 4.8%. തീർച്ചയായിട്ടും വലിയ ഇൻക്രീസ് ഒന്നും കാണാൻ സാധ്യതയില്ല. ഒപ്പം ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ 14-ാം തീയതിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റകൾക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് പൊളിറ്റിക്കലി റിലേറ്റഡ്, ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസുകളാണ് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മളിനി Q4 റിസൾട്ടുകൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്നാൽ അസസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സലൻറ്റ് റിസൾട്ടായിരുന്നു, PNB നല്ല റിസൾട്ടായിരുന്നു, ഒപ്പം വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജീസും നല്ല റിസൾട്ടായിരുന്നു. ABB എക്സലൻറ്റ് റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ ഏഷ്യ ബ്രൗൺ ബോറിയാണ്, ABB ആണ് നല്ല റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് മാത്രം 87% റവന്യൂ ഇൻക്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഡർ ബാഗിങ് ന്യൂസൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ കമ്പനിക്ക് നൽകാൻ പോകുന്നത്. ഒപ്പം TVS ഹോൾഡിങ്സ് വീണ്ടും ഒരു അക്വിസിഷൻ നടത്തുകയാണ്. പഴയ സുന്ദരം ക്ലേറ്റോടാണ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഇൻവെസ്റ്റേഷന് കൊടുത്തിട്ടുള്ളതാണ്. വീണ്ടും അവരൊരു ഹോം ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നുള്ള NBFCനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. MNC NBFC ആണ്. 1.6 കോടി കസ്റ്റമേഴ്സ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ TVS ക്രെഡിറ്റ് ഓൾറെഡി NBFC ആയിട്ട് TVS ഹോൾഡിങ്ങിൻ്റെ അണ്ടറിലുണ്ട്. ഈ രണ്ട് കമ്പനികളുടെയും കൂടി ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ 3 കോടി ക്ലയൻറ്റ് ബേസിലേക്ക് ഉയരുകയാണ്. തീർച്ചയായിട്ടും TVS ഹോൾഡിങ്ങിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇപ്പോൾ തന്നെ വളരെ ഹൈ വാല്യുവേഷനിലാണ് TVS ഹോൾഡിംഗ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. കാരണം വളരെ ലോ ഇക്വിറ്റി ബേസാണ്, 5 രൂപയാണ് ഫേസ് വാല്യൂ. പ്രൊമോട്ടർ 74.45% ഹോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അക്വിസിഷൻ ന്യൂസുകൾ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ടാറ്റ മോട്ടറിൻ്റെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാസഞ്ചർ വെഹിക്കിൾസ് അതുപോലെ തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിളും ഡീമർജ് ചെയ്യുകയാണ്. അപ്പോൾ 2 കമ്പനിയായിട്ട് മാറും. ഒപ്പം അവരുടെ Q4 റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ 9,500 കോടി രൂപയുടെ ഡിഫേർഡ് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. ആ ടാക്സ് ക്രെഡിറ്റ് മാറ്റി വെച്ചാൽ പോലും വളരെ പോസിറ്റീവായിട്ട് റിസൾട്ടാണ്. ഡൊമസ്റ്റിക് ഓപ്പറേഷൻസ് മുഴുവൻ 100% ഡെറ്റ് ഫ്രീ ആയിരിക്കുകയാണ്. ഇനി ഇൻ്റർനാഷണൽ ബേസിൽ കൺസോളിഡേറ്റഡ് ബേസിസിൽ ഡെറ്റ് ഫ്രീ ആവുമെന്നാണ് പറയുന്നത് അടുത്ത വർഷം. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം EV വെഹിക്കിൾസ്, EV പാസഞ്ചർ വെഹിക്കിൾ രംഗത്ത് ഇന്ത്യയിലത്തെ ഒരു കിങ് തന്നെയാണ് ടാറ്റ മോട്ടേഴ്സ്. ടെസ്ല വന്നാലും മറ്റ് കമ്പനികൾ വന്നാലും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണാനായിട്ട് സാധ്യതയില്ല. കാരണം അത്തരത്തിൽ അഗ്രസീവായിട്ടുള്ള പ്രൊഡക്റ്റ് ലോഞ്ചസും പ്രൈസിംഗ് ആണ് ടാറ്റ മോട്ടേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധരണി ഷുഗർ ചെന്നൈ ബേസ്ഡ് ഒരു കമ്പനിയാണ്. ഇത് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോർട്ടിലായിരുന്നു. അപ്പോൾ കോർപ്പറേറ്റ് ഇൻസോൾവൻസി പ്രോസസ്സിൽ കൂടെ പഴയ പ്രൊമോട്ടറിന് ഈ കമ്പനീനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. 10 രൂപയാണ് ഇതിന് ഫേസ് വാല്യൂ വരുന്നത്. 33.2 കോടിയാണ്. ഇപ്പോൾ സസ്പെൻഡഡ് ആണ്. ട്രേഡിംഗ് ആരംഭിക്കുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന ഒരു പെന്നി സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ് ധരണി ഷുഗർ. അപ്പോൾ എന്നാണ് സസ്പെൻഷൻ മാറി റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ റിസ്ക് എടുക്കുന്ന ഡെലിവറി ക്ലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം കനീഷ് ബിദേശ് നിഗം ലിമിറ്റഡ് നാഷണൽ അലുമിനിയം കമ്പനിയുടെയും ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെയും അതുപോലെ തന്നെ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡ് എന്ന് പറയുന്ന 3 PSUകളുടെ ജോയിൻറ്റ് വെഞ്ചറാണ്. ഓൾറെഡി കനീഷ് ബിദേശ് നിഗം ലിഥിയം അസറ്റുകളൊക്കെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ അക്വിസിഷൻ മൂവ് നടത്തുകയാണ്. അതിന് മുന്നോടിയായിട്ട് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. ഓവറോൾ ഈ കമ്പനിയുടെ അക്വിസിഷൻ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള നാഷണൽ അലുമിനിയം ഹിന്ദുസ്ഥാൻ കോപ്പറിനാണ്. ഓൾറെഡി ഈ ന്യൂസിൻ്റെയൊക്കെ ബലത്തിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും മുന്നേറ്റത്തിനുള്ള സാധ്യതകളാണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഈ 2 സ്റ്റോക്കുകളിലും ഒന്ന് അറ്റൻഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. ഒപ്പം ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഇന്ത്യയിലത്തെ ഓൺലി കോപ്പർ മൈനിങ് കമ്പനി ഉള്ളത്. കോപ്പറിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം വളരെ പോസിറ്റീവാണ്. ഹിന്ദുസ്ഥാൻ കോപ്പറും കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ പോവുകയാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ കോപ്പർ റിലേറ്റഡ് ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്.
ഇനി ഓവറോൾ നമ്മൾ മാർക്കറ്റിൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നത് നമ്മൾ മാർക്കറ്റിൽ വളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കും. പക്ഷേ നമ്മുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ ഇപ്പോൾ ഓരോ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും വളാറ്റിലിറ്റിയിൽ താഴെ പോരുകയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെക്കാനുള്ള അവസരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്ന എമൗണ്ട് നോക്കുകയാണെങ്കിൽ 66.3 ലക്ഷം കോടി വർത്ത് രൂപയുടെ സ്റ്റോക്കുകളാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് LIC മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഹോൾഡ് ചെയ്യുന്നത് 66.7 ലക്ഷം കോടി രൂപയുടെ സ്റ്റോക്കുകളാണ്. ഒപ്പം നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അറൗണ്ട് 21-22 ലക്ഷം കോടി രൂപയുടെ സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാറ്റഗറി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും റീറ്റെയിൽ സെഗ്മെൻറ്റും കൂടിക്കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആണ്. ഭാവിയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എത്ര തരത്തിലുള്ള സെൽ ഓഫ് നടത്തിക്കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പോകുന്നില്ല. മറിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വലിയ രീതിയിലുള്ള ഇൻഫ്ലോ ആണ് മാർക്കറ്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SIP ഒരു മാസം ഇപ്പോൾ 20,000 രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഏപ്രിൽ മാസത്തിലത്തെ SIP വന്നിരിക്കുന്നത് 20,371.47 കോടി രൂപയാണ്. ഒപ്പം ഫോളിയോസ് നമ്പർ ഓഫ് SIP ഫോളിയോസ് 8.7 കോടി ഫോളിയോസും ആണുള്ളത്. മ്യൂച്വൽ ഫണ്ട് ടോട്ടൽ ഫോളിയോസ് 18.4 കോടി ഫോളിയോസും കൂടിയാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ റിലേറ്റഡ് വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. അപ്പോൾ പക്ഷേ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് കാര്യമായിട്ട് രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണാനായിട്ട് സാധ്യത കുറവാണ്. ഓൾറെഡി മാർക്കറ്റ് പീക്കിൽ നിന്ന് 1000 പോയിന്റ് താഴെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ മാർക്കറ്റിൽ എന്തെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിലേറ്റഡ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ അനദർ 1,500 പോയിന്റ്സ് മാക്സിമം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് ആയിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിൽ ആക്ട് ചെയ്താൽ മതി. ഒപ്പം നമ്മുടെ GDP നല്ല സ്ട്രോങ് വിക്കറ്റിലാണ്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ റിഫോംസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സെക്ടർ ബാങ്കിങ് സെക്ടറൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഒപ്പം ധാരാളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള റിഫോം മെഷേഴ്സ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗവൺമെൻറ് ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത്, റെയിൽവേ സെക്ടർ രംഗത്ത്, പവർ റിലേറ്റഡ് രംഗത്ത്, റിന്യൂവബിൾ എനർജി റിലേറ്റഡ് രംഗത്ത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ രംഗത്തൊക്കെ ധാരാളം റിഫോം മെഷേഴ്സ് എടുത്തിരുന്നു. ഇൻഷുറൻസ് രംഗത്തും ധാരാളം മെഷേഴ്സ് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ച് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്ത് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്ന് മാർക്കറ്റ് താഴെ വരുമ്പോഴും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഇനിയും വരാം. ഇനിയും പലതരത്തിലുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ വരാം, പലതരത്തിലുള്ള ഫേക്ക് വീഡിയോസൊക്കെ വരാം. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇനി നമുക്ക് 4 ഘട്ടം കൂടിയേ ഉള്ളൂ. ആ 4 ഘട്ടം കൂടി കഴിയുമ്പോഴേക്കും മാർക്കറ്റ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ഒരു ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത്. ജൂൺ 4 വരെ നമുക്ക് വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റും പല സെക്ടേഴ്സിനും പോസിറ്റീവും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കോപ്പർ വലിയ രീതിയിൽ മുന്നേറാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ തന്നെ ഹിൻഡാൽകോ, ഈ സ്റ്റോക്കുകൾക്കൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒപ്പം വേദാന്ത ലിമിറ്റഡിൻ്റെ ഡീമർജർ വരികയാണ്. ഡീമർജർ 100 ഷെയറുള്ള ഷെയറുകൾ 600 ഷെയറായിട്ട് മാറും. 6 കമ്പനികളുടെ 100 ഷെയർ വെച്ചായിട്ടാണ് ലഭിക്കാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ 29.54% ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ഓഫർ ഫോർ സെയിലിൽ കൂടെ വിൽപ്പന നടത്താനുള്ള പ്ലാനുകളും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും ഓഫർ ഫോർ സെയിലിൽ കൂടെ വിറ്റ് കഴിയുമ്പോൾ ഒരു പക്ഷേ ഹിന്ദുസ്ഥാൻ സിങ്കിലും ഒരു ഡീമർജർ നമുക്ക് അനൗൺസ് ചെയ്യാൻ 2 കമ്പനികളായിട്ട് മാറിയേക്കാം. ഒപ്പം സിൽവറും കോപ്പറൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രൈസ് വീണ്ടും കൂടുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഇന്ത്യയിലത്തെ ഏക കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. കാരണം സിങ്ക് കൊണ്ട് സിൽവർ
ഫേവറും ഉണ്ട്. ഒപ്പം അതിൻ്റെ തന്നെ ഹോൾഡിംഗ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള വേദാന്ത ലിമിറ്റഡിനും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളായിരുന്നു വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക് ഒക്കെ. ഹിന്ദുസ്ഥാൻ സിങ്ക് നല്ല രീതിയിലാണ് മുന്നേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹയർ ലെവലിൽ ഒരു പക്ഷേ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണാം. എന്നിരുന്നാലും ഡീമർജർ റീസ്ട്രക്ചറിങ്ങിൽ ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട്, വളരെ പേഷ്യൻസോട് കൂടി, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. മാർക്കറ്റൊക്കെ താഴെ വരും. ഒരു കാര്യം മനസ്സിലാക്കുക, നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ടിങ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത്. ഒപ്പം നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്, കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങുന്നൊരു ഡിസിഷനും കൂടി എടുക്കുകയാണ് നല്ലത്. ഒപ്പം ഞാൻ വേണമെങ്കിൽ ഇന്നും കൂടി നമ്മുടെ ലിസ്റ്റ് ഓഫ് സ്റ്റോക്കുകൾ ഒന്നുകൂടി അനൗൺസ് ചെയ്യാണ്. അഡീഷൻസും വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ടാറ്റ പാറ്റേൺസ്, ടാറ്റ പവർ, അഡാനി ഗ്രീൻ, അഡാനി പവർ, അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസസ്, NDTV, ഭാരതി എയർടെൽ, TVS ഇലക്ട്രോണിക്സ്, TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ്, L&T, സീമെൻസ്, ക്യുമിൻസ് ഇന്ത്യ, സനോഫി, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്, BEML, ടെക്സ്മാക്കോ റെയിൽ, RK ഫോർജിങ്സ്, BHEL, ജ്യോതി CNC, മാക് പവർ CNC, LNW, SBI ലൈഫ്, CG പവർ, HDFC ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, KP ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇത് BSE SME ലിസ്റ്റിലുള്ള ലിസ്റ്റഡ് കമ്പനിയാണ്. റൈമൺ ലിമിറ്റഡ് എഗെയിൻ ഡീമർജർ കാൻഡിഡേറ്റ് ആണ്. 100 ഷെയറിന് 80 ഷെയർ ലൈഫ് സ്റ്റൈൽ ഡിവിഷൻ്റെ കിട്ടുകയാണ് ഫ്രീ ആയിട്ട്. ഒപ്പം അവരുടെ എൻട്രി ടു ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സെക്ടറും വളരെ പോസിറ്റീവാണ്. PI ഇൻഡസ്ട്രീസ്, വണ്ടർല, ശ്യാം മെറ്റാലിക്സ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്, സയൻ ലിമിറ്റഡ്, കോഫോർജ്, ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. ഇത് മുമ്പ് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഡീമർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. വളരെ ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റാണ്. ESG റിലേറ്റഡ്, ESG ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകളാണ് വരുന്നത്. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനന്തരാജ് ലിമിറ്റഡ് ഡാറ്റ എൻട്രി ബിസിനസ്സിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ അവൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് 3-4 ഘട്ടമായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും മാറ്റാൻ പറ്റാത്ത റിഫോംസ് ഉള്ള സെക്ടറുകളുണ്ട്. ഡിഫൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൽവേസ് ഉണ്ട്, ഇൻഫ്രയുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനികളുണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, ടെലികോം ഉണ്ട്. ഇതൊന്നും റിഫോംസ് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മാറി പുതിയ ഗവൺമെൻറ് വന്നാലും ഈ റിഫോം മെഷേഴ്സ് ഒന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സെക്ടറൽ സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ കോട്ടക് ഷെയർ വെൽത്തിൻ്റെ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്ത് പോയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഈ മാർക്കറ്റ് ഫാലിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റോക്കുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പിക്കുകളാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ് ഒക്കെ. കഴിഞ്ഞ മാർക്കറ്റ് ഫാളിലും ഈ സ്റ്റോക്കുകൾ മുന്നേറുകയാണ്. അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഈ സ്റ്റോക്കുകൾ മുന്നേറുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ റിസിലിയൻറ്റ് മൂഡിലാണ് നിൽക്കുന്നത്. അത്രയും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തങ്ങളുടെ കഴിവിനനുസരിച്ച്, റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, വൈസർ എന്നുള്ള ബ്രാൻഡിൽ കൺസ്യൂമർ പ്രൊഡക്റ്റുകളും ലോഞ്ച് ചെയ്യാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സിയൊക്കെ വരികയാണ്. സൈലൻറ്റ് മൂവാണ്. തീർച്ചയായിട്ടും റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ 3 mm തിക്നെസ്സുള്ള സ്പെഷ്യൽ സ്റ്റീലാണ്
ഡിഫൻസിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ലോങ് ടേമിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന് കൊടുക്കാൻ പോകുന്നത്. ഒപ്പം കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലോകത്തിലെ 3rd ലാർജസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനിയും കൂടിയായിട്ട് മാറുകയാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ മാർക്കറ്റ് വൊളാട്ടിലിറ്റിയിൽ പേടിക്കാതെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കാനുള്ള ഡിസിഷൻ എടുക്കേണ്ടതാണ് ഇപ്പം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യം. അതിനനുസരിച്ചുള്ള ഫണ്ടമെൻ്റൽസ് ആണ് നമ്മുടെ എക്കണോമിയിലുള്ളത്. നമ്മുടെ ഓരോ സെക്ടറും മാർക്കറ്റ് മൊണോപ്പൊളി ആയിട്ട് മാറിയേക്കാൻ ഭാവിയിൽ ഗ്ലോബൽ മൊണോപ്പൊളി ആയിട്ട് പോലും മാറാനായിട്ട് കരുത്തുള്ള കമ്പനികളുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ റെയിൽവേയിൽ എടുക്കുകയാണെങ്കിൽ ജൂപ്പിറ്റർ വാഗൻസ്, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ഈ 2 കമ്പനികളുടെ ഒക്കെ ഫോക്കസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ജയൻറ്റുകളായിട്ട് മാറാൻ പോവുകയാണ്. അനുബന്ധമായിട്ട് ഇവർക്ക് പല AC-കളും അതുപോലെ തന്നെ പല പാർട്സുകളും സപ്ലൈ ചെയ്യുന്ന ആംബർ എൻ്റർപ്രൈസസ് റീസെൻ്റ് എൻട്രി ആണ്. ആംബർ എൻ്റർപ്രൈസിന് റെയിൽവേയിലേക്ക് ആംബർ എൻ്റർപ്രൈസസ് ഒരു ഗ്ലോബൽ ജയൻ്റായിട്ട് മാറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ വിട്ടുപോയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ആംബർ എൻ്റർപ്രൈസസും വലിയ രീതിയിലൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് അസസ് ചെയ്യുമ്പോൾ ഈ ആഴ്ചയിലേക്ക് നിങ്ങൾക്ക് തരാനുള്ള ന്യൂസുകൾ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിലിരിക്കാൻ. നമ്മുടെ പല കമ്പനികളും ഗ്ലോബൽ ജയൻറ്റുകളാണ്. ടാറ്റ മോട്ടർ, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽക്കോൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹിൻഡാൽക്കോ 2007 നോവേലീസ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനീനെ അക്വയർ ചെയ്ത് $6 ബില്യൺ അക്വയർ ചെയ്ത്. ഇന്നത്തെ അതിൻ്റെ വാല്യുവേഷൻ വരുന്നത് $18 ബില്യൺ നമ്മുടെ റുപ്പി ഡിപ്രീസിയേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ സ്റ്റേക്കൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ടാണ് ഹിൻഡാൽക്കോയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അതിനിടയിൽ 2012 വേറൊരു അക്വിസിഷനും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അലേറീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. $2.8 ബില്യൺ അലേറീസിനെ അക്വയർ ചെയ്ത്. ഡിഫൻസിലേക്ക് അലുമിനിയം, ഹാർഡ് അലുമിനിയം സ്റ്റീലുകൾ, എയറോസ്പേസിനൊക്കെ യൂസ് ചെയ്യുന്ന ഫൈറ്റർ ജെറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന അലുമിനിയം പ്രോഡക്റ്റാണ്. ഇത് ചൈനീസ് കമ്പനികൾ അക്വയർ ചെയ്യാൻ നോക്കിയിരുന്നതാണ്. പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് ഇടപെടൽ കാരണം ചൈനീസ് കമ്പനികൾക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കമ്പനി ഹിൻഡാൽക്കോ ആണ് അക്വയർ ചെയ്തിട്ടുള്ളത് ത്രൂ നോവേലീസിൽ കൂടെ. അപ്പോൾ ഈ അസറ്റുകളാണ് നമ്മൾ 2007-8 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലത്തെ കോർപ്പറേറ്റുകൾ ടാറ്റയും അതുപോലെ തന്നെ ബെർലൊക്കെ അക്വയർ ചെയ്ത കമ്പനികളിൽ നിന്ന് ഗ്ലോബൽ ജയൻറ്റുകളാണ്. അപ്പോൾ നമ്മുടെ കമ്പനികളും ഗ്ലോബൽ ജയൻറ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ കൂടും. നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് പല കമ്പനികളുടെയും. അപ്പോൾ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നതോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ കൂടും. ഇൻഡെക്സ് ലെവലൊക്കെ ഹൈ ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്ലോബലി 7th പൊസിഷനാണ് വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. $32.8 ബില്യൺ ആണ് വാല്യുവേഷൻ. ഫസ്റ്റ് നിൽക്കുന്നത് ഇൻ്റർ കോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച് ആണ്, ഐസ് ആണ്, $76.5 ബില്യൺ ആണ്. പിന്നെ CME ഗ്രൂപ്പാണ്, $76.3 ബില്യൺ ആണ്. നമ്മുടെ BSEയുടെ സ്ഥാനം 19ാമത്തെ സ്ഥാനം, $4.5 ബില്യൺ ഉള്ളൂ. AMCX 23ാമത്തെ സ്ഥാനമാണ്, $2.4 ബില്യൺ മാർക്കറ്റ് വാല്യുവേഷൻ ഉള്ളൂ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും കൂടിയേക്കാം, BSEയുടെയും MCXൻ്റെയും ഒക്കെ. അപ്പം അൺലിസ്റ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന NSEയുടെയും മാർക്കറ്റ് വാല്യുവേഷൻ കൂടിയേക്കാം. അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് NSEയുടെ ഷെയർ ലഭിക്കുകയാണെങ്കിൽ വാങ്ങുന്നത് നന്നായിരിക്കും. ഒരു ഷെയറിന് 4 ഷെയർ വെച്ചാണ് അവർ ബോണസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺലിസ്റ്റഡ് സ്പേസിൽ കിട്ടുന്ന NSE ഷെയറുകൾ അക്വയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അക്വയർ ചെയ്യുന്നത് നന്നായിരിക്കും. ലോങ് ടൈമിൽ നല്ല ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ ഈ ആഴ്ചയിലത്തെ നിഫ്റ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻ ഒരുപക്ഷെ നാളെ സ്ലൈറ്റ്ലി വീക്കായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് ഒന്നും അത്ര നല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി വെള്ളിയാഴ്ച അതല്ലെങ്കിൽ ശനിയാഴ്ച പുലർച്ചയ്ക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് 150 പോയിന്റ് താഴെയാണ് നമ്മുടെ നോർമൽ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നാളെ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നിഫ്റ്റി ഈ ആഴ്ചയിലും നല്ല രീതിയിലുള്ളൊരു വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. വേസ്റ്റ് സിനാരിയോയിൽ 21,400 21,600 വരെയൊക്കെ പോയേക്കാം. മേജർ സപ്പോർട്ട് വരുന്നത് 21,700 21,800 ലെവലിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒപ്പം ഓപ്പൺ AI
ചാറ്റ് GPT പാരന്റ് കമ്പനിയാണ് പുതിയ സെർച്ച് എഞ്ചിൻ ലോഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവർ സെർച്ച് എഞ്ചിൻ ലോഞ്ച് ചെയ്യുന്നില്ല, മറിച്ച് പുതിയ ഫീച്ചേഴ്സ് ചാറ്റ് GPT-4ലും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാളെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ജനറേറ്റീവ് AI വലിയ ഇമ്പാക്റ്റാണ് നമ്മുടെ ഗ്ലോബൽ കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ജോബ് ലോസസ് വരും, അതോടൊപ്പം തന്നെ ധാരാളം ജോബ് ക്രിയേഷനൊക്കെ നടക്കും. പക്ഷെ എന്നിരുന്നാലും വളരെ വളരെ ഇമ്പാക്റ്റുള്ള ഇഫക്റ്റാണ് ഇപ്പോൾ ചാറ്റ് GPT ഗ്ലോബലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം IT കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, ധാരാളം IT കമ്പനികൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം, ധാരാളം ഇൻഡസ്ട്രീനെ അതൊരു പക്ഷേ ഒബ്സലീറ്റ് മോഡിലേക്കൊക്കെ തള്ളിവിട്ടേക്കാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾക്ക് അനുസരിച്ച് നമ്മൾ നമ്മുടെ ലേണിങ്സും റിസർച്ചൊക്കെ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പല സെക്ടറുകളിലും ഒരു പക്ഷേ സഡൻ ഡ്രോപ്പൊക്കെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ വന്നേക്കാം. പക്ഷെ മറിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വലിയ എക്കണോമിക് ബെനിഫിറ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ ലെവലിൽ മെക്കൻസി ഒക്കെ കണക്കാക്കിയിരുന്ന അറൗണ്ട് $4 ട്രില്യൺ എക്കണോമിക് ബെനിഫിറ്റ് ആണ് ഒരു വർഷം അക്രോസ് ദ ഗ്ലോബ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത് $8 ട്രില്യൺ എക്കണോമിക് ബെനിഫിറ്റ് ആണ് ഗ്ലോബൽ കോർപ്പറേറ്റ് സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നതാണ്. തീർച്ചയായിട്ടും കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ്. മാൻ പവർ കുറഞ്ഞ് വളരെ ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസിന് ജനറേറ്റീവ് AI പ്രൊഡക്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കൂടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ നമുക്ക് മുന്നിൽ കാണാം. അതിനനുസരിച്ച് നമ്മൾ മുന്നേറുക, അതിനനുസരിച്ചുള്ള നമ്മുടെ റിസർച്ച് നോളജ് അക്വിസിഷൻ ഇതൊക്കെ കൂട്ടുക. ഒപ്പം നമുക്ക് ജൂൺ 4 വരെ വൊളാറ്റിലിറ്റി ആയിട്ട് മുന്നോട്ട് നീങ്ങാം. നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3-4 ഘട്ടമായിട്ട് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക്, ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.